ഇന്ന് ഒരു പാലക്കാടൻ വിഭവമായിട്ടുള്ള അരച്ച് കലക്കിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അരച്ച് കലക്കി ഉണ്ടാക്കുക ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട നെല്ലിക്കയും തേങ്ങയും പച്ചമുളകും ഇത്തിരി പുളിയുള്ള മോരൊക്കെ ഒഴിച്ച് ഇത്തിരി ലൂസായിട്ടാണല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലേസിൽ അവിടുത്തെ അമ്പലത്തിൽ സദ്യ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒരു അരച്ച് കലക്കി കിട്ടും. ഭയങ്കര സ്വാദാണ് അതിന്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, അത് വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുള്ള അരച്ച് കലക്കി, അതിനൊരു ചുവപ്പ് കളറാണ് ഉണ്ടാവുക. അത് ചേന ഇട്ടിട്ടുള്ള അരച്ച് കലക്കി എന്നാണ് ഞാൻ പറയണത് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതേപോലെ പക്ഷേ ഉപ്പിലിട്ട മാങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, ചേന ഇട്ടിട്ടല്ല. ചേന ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് പുളിയൊക്കെ അരയ്ക്കും എന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത്തിരി വറ്റൽമുളകും ഉലുവയും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തേങ്ങയും ഉപ്പിലിട്ട മാങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണ്ടവരിട്ടാൽ മതി. പിന്നെ 2-3 ചീനിമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ചീനിമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇടാം. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം അതിലേക്ക് ഇത്തിരി പുളിയുള്ള മോരൊഴിച്ച് കൊടുക്കുക. ഇത്തിരി കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പ് വേണോ നോക്കിയിട്ടിടുക, കാരണം ഉപ്പിലിട്ട മാങ്ങയാണല്ലോ അരച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ കടുക് വറുത്തിടുക.